300 കടകളോളം ചെക്കിങ് നടന്നിട്ടോ നമ്മുടെ മൊബൈൽ സനയ ഭാഗത്ത്. എന്തിനറിയോ? ഈ പേയ്മെന്റിന്റെ മെഷീനും കാര്യങ്ങളും വെക്കാത്തത് കൊണ്ട്. നമ്മൾ ചെറിയ ബിസിനസ് അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈ മെഷീനും കാര്യങ്ങളൊന്നും വാങ്ങാതെ മുന്നോട്ട് പോകാനൊന്നും ഇപ്പോൾ ഒമാനിൽ നടക്കൂല. അത് എന്തിനാണെന്നറിയോ? നിങ്ങളെ ബിസിനസ്, നിങ്ങൾക്ക് എത്ര ബിസിനസ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് അറിയണം. നിങ്ങളുടെ ടാക്സ്, അതേപോലെ വാറ്റ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എല്ലാ ക്വാർട്ടറിലും ചെയ്യണം. അത് നിങ്ങൾക്ക് വാറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 105 റിയാലിന്റെ മുകളിൽ ഡെയിലി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം എന്നുണ്ട്. ഒമാൻ റൂൾ അങ്ങനെയാണ്. ഓക്കെ, ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇയർലി ചെയ്യണം. നമ്മൾ കട തുടങ്ങിയിട്ട് ഇതുവരെ ഇൻകം ടാക്സോ ഇല്ലെങ്കിൽ വാറ്റ് എന്താന്ന് പോലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയച്ചോളി. നമ്മൾ ഈ നമ്പറിൽ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ ബുറൈമിന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരാളെ പിടിച്ചു 5000 റിയാലോളം ഫൈന് വന്നു എന്നുള്ളത്. അതെന്തിനെന്നറിയോ? ടാക്സ് നമ്മൾ വെട്ടിച്ചിട്ട്. അപ്പോൾ നിങ്ങളെ കമ്പനീൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് പോയാൽ നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ.